എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇത് അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് പാർലമെൻറ്റ് കോംപ്ലക്സ് കൊമമറേറ്റീവ് കോയിന്, അല്ലെങ്കിൽ ഇപ്പുറത്ത് ഹിന്ദിയിൽ സ്മാരക് സിക്ക എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് 75 രൂപയുടെ ഒരു കോയിനാണ്. ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്താണ് 75 രൂപയുടെ കോയിന് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് തുറന്ന് നോക്കാം. ഇതിൻ്റെ ആദ്യത്തെ പേജിൽ സൻസദ് സംകുൽ, നമ്മുടെ പാർലമെൻറ്റ് കോംപ്ലക്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഹിന്ദിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പേജിൽ ആണ് ഈ 75 രൂപയുടെ കോയിന് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഒരു വശത്ത് ഇന്ത്യ എന്നും മറുവശത്ത് ഭാരത് എന്നും സത്യമേവ ജയതേ എന്നാണ് അശോകസ്തംഭത്തിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്. രൂപയുടെ സിമ്പലും ഇത് കൊടുത്തിട്ടുണ്ട്, 75 എന്നെഴുതിയിട്ടുണ്ട്. ഇതിലേതൊക്കെ ലോഹക്കൂട്ടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. ചാന്തി വെള്ളി 50%, താമ്പ പിച്ചള 40%, നിക്കൽ 5%, ജസ്ത സിങ്ക് 5%. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഷേപ്പ്, ആകൃതി വൃത്താകാർ വട്ടത്തിലാണ്. അതിൻ്റെ വ്യാസം എത്ര ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. 35 ഗ്രാം വെയിറ്റ് ആണുള്ളത്. ഇതിൻ്റെ മറുവശത്ത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ മറുവശത്ത് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ, പാർലമെൻറ്റ് കോംപ്ലക്സിൻ്റെ ബിൽഡിംഗ് ആണ്. 2023 ഈ നാണയം ഇറക്കിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ മെറ്റൽ കോമ്പോസിഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. പിന്നീട് 4ാമത്തെ പേജ് നമുക്ക് നോക്കാം. അതിൽ പാർലമെൻറ്റ് കോംപ്ലക്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ഹിന്ദി അറിയാൻ വയ്യാത്തവർക്ക് ഇംഗ്ലീഷ് വായിച്ചാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. ഈ നാണയം തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിൻറ്റിലാണ്. അത് കൽക്കട്ടയിൽ അലിപ്പൂരിലാണ് ഉള്ളത്. വെസ്റ്റ് ബംഗാളിലാണ് ഈ മിൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ നാണയം നമുക്ക് ഒരിക്കലും ദൈനംദിനമായിട്ടുള്ള വിനിമയത്തിന് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ഇത് നമുക്കൊരു സ്മരണയ്ക്കായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു നാണയമാണ്. ഇതിൻ്റെ വിലയായി കൊടുത്തിട്ടുള്ളത് എത്ര രൂപയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ നാണയത്തിൻ്റെ വിലയായിട്ട് കൊടുത്തിരിക്കുന്നത് 3577 രൂപയാണ്. അതിൽ 107 രൂപ GSTയും 158 രൂപ പോസ്റ്റേജ് ചാർജും കൂടെ ചേർത്ത് 3684 രൂപയാണ് ഈ കോയിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തു. ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം. നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ബുക്ക് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയ നാണയമാണിത്. ഞങ്ങളിത് ഒരു അപൂർവ വസ്തുവായിട്ടും വളരെ വിശേഷപ്പെട്ട ഒരു നാണയമായിട്ടും സൂക്ഷിക്കും. എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഇടുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.